ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പൊന്നം വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങളിവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുവായിരുന്നേ. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ദേ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അമ്മച്ചി അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നാ പിന്നെ ചുമ്മാ അങ്ങ് വീഡിയോ എടുത്ത് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് അങ്ങ് ചുമ്മാ അങ്ങ് ഇറങ്ങിയതാട്ടോ. ഇത് അമ്മച്ചിയുടെ കഥകൾ ഞാൻ ഓരോന്നുമായിട്ട് പറയാം. അപ്പോൾ അമ്മച്ചി എന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് ഒരു അരിവാളും വാക്കത്തിയും തൂമ്പയും കിട്ടിക്കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കാര്യം ഹുഷാലായി ഇതുപോലെ പണി എടുത്തോണ്ടിരിക്കും കേട്ടോ. ഇതാട്ടോ നമ്മുടെ കൊച്ച് കൃഷിത്തോട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ പറമ്പാട്ടോ ഇത്. അതിനകത്ത് ഫുൾ കൃഷിയാണ്. നമ്മുടെ ചേന, ചേമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടി. അമ്മച്ചിയുടെ കൂടെ എപ്പോഴും ഒറ്റ ഒരാളെ കാണാൻ പറ്റും, അതാണ് അമ്മുക്കുട്ടി കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഗാർഡനും പോയിട്ട് പൂന്തോട്ടനും ഒന്നുമല്ല, നമ്മുടെ കൃഷി സ്ഥലം. ഇവിടെ പേരയ്ക്ക തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കതുകൊണ്ട് പുറത്തൊന്നും പോയിട്ട് ഒന്നും പറക്കണ്ട കേട്ടോ. പുറത്തൊന്നും പോയിട്ട് ഒന്നും മേടിക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക, അങ്ങനെ സകലമായ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ ആട് ഒന്നും വെള്ളം ഒന്നും കുടിക്കില്ല കേട്ടോ. അതുകൊണ്ട് അമ്മച്ചിക്ക് ദേഷ്യമാട്ടോ. ചുമ്മാ കണ്ട കാടും വെള്ളം എന്ന് വെച്ചാൽ ഇതുപോലെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ കഴിക്കും കേട്ടോ. വേറെ എന്ത് പുല്ലെന്ത് വെട്ടിക്കൊടുത്താലും ഒന്നും കഴിക്കില്ല. ഇതുപോലെ വെള്ളം കാണിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിയുടെ കൂടെ എപ്പോഴും ഉള്ള ആളായതുകൊണ്ട് തന്നെ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിക്ക് കാണുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ അമ്മച്ചി ചുമ്മാ ചെറിയൊരു കുഞ്ഞടിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ചേനയോ കാച്ചിലോ അങ്ങനെ എന്തോ സാധനങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടിയുടെ പണി. അമ്മച്ചിക്ക് ദേഷ്യം വന്നിട്ട് അമ്മച്ചിയാണെങ്കിൽ കുറച്ച് മണ്ണങ്ങ് തേച്ച് വെച്ചു കേട്ടോ. എന്തിന്? ആട് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയോ ഇലകളും പുല്ലും കാടും എല്ലാം, കാടെന്ന് വെച്ചാൽ മരങ്ങളും എല്ലാം അവിടെ നിൽക്കണ്ട്, വേറെ ഒരു പണിയില്ല. ആ അടയ്ക്ക മരത്തിൽ പോയി ചുരണ്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നത് നമുക്കിവിടെ ഒന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് കൃഷി വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പേരയ്ക്ക കേട്ടോ. പേരയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒത്തിരി കഴിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. ബാക്കി വരുന്ന പകുതിയോളം എല്ലാം കുഞ്ചൂനാട്ടോ കൊടുക്കാറ്. ഇവിടെ ചീരകളുണ്ട് കേട്ടോ. ചീര പച്ച ചീരയുണ്ട്, ഇവിടെ ചുമന്ന ചീരയുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് പയർ. ഇതിൻ്റെ കാര്യം പറയാൻ രസമാണ്. ഇതിനകത്ത് ഒരു പയറുണ്ടാകുമ്പോഴേക്കും ഞങ്ങളത് പറിച്ചുകൊണ്ട് പോകും. എന്തിന്? കുഞ്ചുവിന് കൊടുക്കാൻ. ഇത് കണ്ടോ ഗൈസ്, ഇതാട്ടോ ഞങ്ങളുടെ കുഴി എന്ന് പറയണത്. ഞങ്ങളുടെ കിണറ്റിലേക്ക് വെള്ളം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കുഴി ഉണ്ടാക്കിയിരിക്കണത്. മോട്ടറൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കുമ്പോൾ ഇതിനകത്തോട്ട് വെള്ളം വരും കേട്ടോ. ഇതൊക്കെ മഴ പെയ്ത് മൊത്തം കൊള്ളില്ലാത്ത വെള്ളമായിട്ടുണ്ട് കേട്ടോ. നേരത്തെ മോട്ടർ അടിക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെയൊക്കെ പകുതി കുഞ്ചുവിനാട്ടോ കൊടുക്കണേ. കുഞ്ചു ആരാന്നല്ലേ? കുഞ്ചു തത്തമ്മയാട്ടോ. അത് ഞങ്ങളുടെ ന്യൂ മെമ്പർ. അതിൻ്റെ വീഡിയോ ഞാൻ തരാട്ടോ നിങ്ങൾക്ക്. ഇത് നമ്മുടെ റംബൂട്ടാൻ ഉണ്ട്. നമ്മുടെ പേരയ്ക്കൊക്കെ ഉണ്ടാവണേ ഉള്ളൂ, എന്നാലും ഞങ്ങൾ ഇപ്പോഴേ പറിക്കും. ഇടയ്ക്കിടയ്ക്ക് ചിലതൊരെണ്ണമൊക്കെ പറിക്കും, ചിലതൊക്കെ ചീത്തയായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളത് കളയും, അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. വാർക്കപ്പുറത്തുള്ള ഫുൾ വ്യൂ ആണ് നമ്മുടെ പാടം പോയിട്ട് പറമ്പിലുള്ള ഫുൾ വ്യൂ ആട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഇപ്പം എല്ലാവരും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടല്ലോ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു മാങ്ങ തൊട്ടപ്പോഴേക്കും പറഞ്ഞു വന്നു. അതിൻ്റെ ഞെട്ടെങ്ങാണ്ടും വാടിയിരിക്കുമായിരുന്നു. അത് നേരെ ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയനാണെങ്കിൽ ഒന്ന് കടിച്ച് കഴിച്ചപ്പോൾ നല്ല മധുരം. ഞാനാണ് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും അതോടെ കടിയും കടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരമാട്ടോ. അങ്ങനെ ഞങ്ങളുടെ വാർക്കപ്പുറത്തുള്ള കുട്ടി മാവാട്ടോ ഇത്. നല്ല കുറേ മാങ്ങകളുണ്ട് കേട്ടോ, കയ്യെത്താ ദൂരത്തുള്ള മാങ്ങകൾ. അങ്ങനെ ഞങ്ങൾ മിന്നുവിനെ അഴിച്ചു വിട്ടപ്പോൾ മിന്നു ആണെങ്കിൽ കനാലിൽ പോയി ചാടി. കനാലിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കനാലിൽ ഞങ്ങൾ ഇറങ്ങാറുണ്ടേ. അപ്പോൾ മിന്നു പുല്ല് തിന്നത് കണ്ടോ ഗൈസ്? എപ്പോൾ
അഴിച്ചു വിട്ടാലും മിന്നു പുല്ല് തിന്നും. അതിൻ്റെ കാരണം എന്നാ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട് അങ്ങനെ പുല്ലുണ്ടെന്ന് മിന്നുവിനൊക്കെ പൂച്ചയായി പട്ടിയാലും വരെ ഉള്ളതുകൊണ്ടാണെന്ന്. അപ്പം അച്ഛനോട് പറയണം ഒന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയണം. അപ്പോൾ അഴിച്ചു വിട്ട് ഓടിപ്പോവും മിന്നു. അങ്ങനെ എന്തോ കണ്ടിട്ട് ഓടിപ്പോകണം. അങ്ങനെ ഞങ്ങൾ കൂട്ടി കയറ്റി പിണ്ടോ മിന്നുവിനാകെ വിഷമം. അങ്ങോട്ട് എൻ്റെ അനിയൻ പിന്നെയും പോയി അഴിച്ചു വിടാണ്. അഴിച്ചു വിട്ട് മിന്നുവിന് സന്തോഷമായി വാലാട്ടിക്കൊണ്ടിരിക്കണമൊക്കെ. അങ്ങനെ മിന്നുവിനെ അഴിച്ചു വിടാൻ നേരത്തെ അനിയൻ്റെ ഒരു കയ്യിൽ മാങ്ങ കേട്ടോ, അഴിച്ചു വിടാനേ പറ്റുന്നില്ല. ലാസ്റ്റ് ആ കൂട് വലിച്ച് പൊളിച്ച് അങ്ങനെ കണ്ടോ അഴിച്ച് നേരെ അപ്പുറത്തെ പറമ്പിൽ പോയി എത്തി നോക്കുക എന്തിനാണാവോ. അങ്ങനെ ഞങ്ങളിതേ മിന്നുവാണിത്. അപ്പം ഞാൻ നേരെ കനാലിയിട്ട് ഒന്നുകൂടെ പോകണ്ട കേട്ടോ. ചുമ്മാ ഒരു രസമല്ലേ, ഞങ്ങൾ ഇനി വെള്ളം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പോയിരിക്കും. വീട്ടിൽ ഭയങ്കര ചൂട്, പുറത്തേക്ക് നടക്കാൻ അല്പമെങ്കിലും നല്ല സുഖം കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു ആഞ്ഞിലിച്ചക്ക കിടക്കുന്നുണ്ട് ഗൈസ്, അതിനെ സൂം ചെയ്തതാ വേറെ എങ്ങോട്ടേക്കോ പോയി. ആഞ്ഞിലിച്ചക്ക അത് പഴുത്തതാണെങ്കിൽ കുഞ്ചുവിന് കൊടുക്കാലോ, നമ്മുടെ തത്തമ്മ കുഞ്ചുവിന് കൊടുക്കാലോ എന്നോർത്തിട്ട് ഞാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് കാണിച്ചു തരാം. ഇത് കുറേ നാളായിട്ട് കുറേ മാസം എടുക്കൂട്ട് ഇത് വിരിയാനായിട്ട്. അങ്ങനെ വിരിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിച്ചതാട്ടോ. ഇതാണ് മഞ്ഞപ്പൂ, കോളാമ്പി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ എന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ശംഖുപുഷ്പം. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ ഗാർഡൻ? അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് ഇനി ഞാൻ വരും. അപ്പോഴത്തേക്കും ബൈ ബൈ.